വിഷുക്കണി കണ്ടു, കൈനീട്ടവും വാങ്ങി. അതോടെ ഈ വർഷത്തെ വിഷു കഴിഞ്ഞു എന്ന് കരുതാൻ വരട്ടെ. വിഷു കഴിഞ്ഞുള്ള ഈ അടുത്ത 2 ആഴ്ച നമ്മൾ ഈ 3 കാര്യങ്ങൾ കൂടി കൃത്യമായി ചെയ്താൽ മാത്രമേ ഇത്തവണത്തെ വിഷു പൂർണ്ണമാകുകയുള്ളൂ. ഈ വരുന്ന 14 ദിവസങ്ങൾ നിങ്ങൾ ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായും വലിയൊരു ഭാഗ്യവും ഐശ്വര്യവും നിങ്ങളെ തേടിവരും. അതിൽ 2ാമത്തെ കാര്യം ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ്. അത് എന്താണെന്നല്ലേ? 1ാമത്തെ കാര്യം, ഈ വരുന്ന 14 ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് വീടിനുള്ളിൽ ഒരിക്കലും വഴക്കുകളോ കരച്ചിലോ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സൂര്യാസ്തമയത്തിന് ശേഷം വീട് അടിച്ചുവാരാനും പാടില്ല. വിഷുവിന് വീട്ടിൽ നിറയുന്ന ആ വലിയ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ നിലനിൽക്കേണ്ടത് ഈ ആദ്യത്തെ 2 ആഴ്ചയാണ്. ഈ സമയത്തെ നെഗറ്റീവ് വാക്കുകൾ ആ ഭാഗ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. 2ാമത്തെ കാര്യം, ഇതാണ് പലർക്കും അറിയാത്ത ആ വലിയ രഹസ്യം. നിങ്ങൾക്ക് ഇത്തവണ വിഷുക്കൈനീട്ടമായി കിട്ടിയ പണം, അത് എത്ര ചെറുതാണെങ്കിലും അടുത്ത 14 ദിവസത്തേക്ക് ഒരു കാരണവശാലും ചിലവാക്കാൻ പാടില്ല. അത് ഒരു മഞ്ഞ തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞ് നിങ്ങളുടെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിക്കുക. കൃത്യം 14 ദിവസം കഴിയുമ്പോൾ അത് വെറുമൊരു നോട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ആകർഷിക്കുന്ന വലിയൊരു മണി മാഗ്നറ്റ് ആയി മാറിയിട്ടുണ്ടാകും. 3ാമത്തെ കാര്യം, ലക്ഷ്മി കടാക്ഷം വീട്ടിലേക്ക് വരാനുള്ളതാണ്. ഈ വരുന്ന 14 ദിവസവും സന്ധ്യാസമയത്ത് വീടിന്റെ ഉമ്മറത്ത് പ്രധാന വാതിലിന് മുന്നിൽ നിർബന്ധമായും ഒരു ചെറിയ ദീപമോ നിലവിളക്കോ കത്തിച്ചു വെക്കുക. ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ല. ഇത് തുടർച്ചയായി 14 ദിവസം ചെയ്താൽ ഈ വർഷം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ വിജയവും ഉണ്ടാകും. ഈ 14 ദിവസത്തെ വ്രതം പോലെ ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ ഈ മാറ്റങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എസ് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഇത്തവണ എത്ര രൂപയാണ് കൈനീട്ടം കിട്ടിയതെന്നും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. കൂടെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.